എത്ര കാലം എന്ന് വെച്ചിട്ടാണ് മോദിജി അദാനിനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക? അതായത് മോദിജി നിങ്ങളുടെ സ്വന്തം ആളാണ്, നമ്മുടെ നാട്ടിലെ സകല ബിസിനസ്സും സകല എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒക്കെ സത്യം തന്നെയാണ്, ഞങ്ങളൊക്കെ പൈസ തന്നെയാണ് അല്ലേ, നമ്മുടെ നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും നികുതി പൈസ വെച്ചിട്ട് ഈ മറ്റേ എന്താ പറയുക LIC പോലെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് പോലത്തെ ഇവരുടെ ഒക്കെ പൈസ വെച്ചിട്ടാണ് അദാനിയുടെ ഫണ്ടുകൾ അല്ലെങ്കിൽ അദാനിയുടെ ബോണ്ടുകൾ നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്നത് അല്ലേ. അതിന് നമ്മുടെ നിർമ്മല സീതാരാംജിയും നമ്മുടെ മോദിജിയും കുറച്ച് വർഷങ്ങളായിട്ട് കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2014 അദാനിയും 2024 അദാനിയും ആരാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടതാണ് അല്ലേ. അപ്പം ഇനിയിപ്പോൾ എന്തൊക്കെ കേസ് വന്നാൽ ഇന്ത്യയിൽ ഓക്കെയാണ്, നമ്മളിവിടെ വേണമെങ്കിൽ ₹1 വരെ അദാനിക്ക് നമ്മൾ എവിടെ രാജസ്ഥാനിലല്ലേ സ്ഥലം കൊടുത്തല്ലേ ₹1 1000 എന്താ ഏക്കേഴ്സോ എന്തോന്ന് കൊടുത്തത്. ഇതൊക്കെ ഇവിടെ നടക്കും. പക്ഷേ ഇന്ത്യയുടെ പുറത്ത് അങ്ങനെയല്ല. ഇന്ത്യയുടെ പുറത്ത് അദാനി ആരുമല്ല, അല്ലെങ്കിൽ ഒരു പൈസക്കാരനാണ് എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പ്രിവിലേജും കാര്യങ്ങളൊന്നും അദാനിക്ക് പ്രത്യേകിച്ച് US ഗവൺമെൻറ് പോലത്തെ കൊടുക്കൂല. നമുക്കറിയാം US അദാനിയുടെ കേസ് നമുക്കറിയാം. ഇത്രയും കാലം മോദിജി സ്വന്തം പോക്കറ്റിൽ കീശയിലിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് നടന്നു. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരു രീതിയിലും US-ഉമായിട്ടും ട്രംപുമായിട്ടും ഒത്തുപോരാത്ത ഈ ഒരു അവസ്ഥയിൽ അവരുടെ പണി തുടങ്ങി. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ലൈക്ക് ചെയ്തോ. നമുക്കെല്ലാവർക്കും എന്താ പറയുക, ഭാവിയിലോട്ട് പണി കിട്ടുന്ന ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരതും ചെയ്യാട്ടോ. അപ്പം സംഭവം എന്താണെന്നുള്ളത് പ്രധാന പോയിന്റുകളിലോട്ട് നേരിട്ട് വരാം. അതായത് അമേരിക്കയിൽ അദാനിക്കൊരു കേസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും വരാം. 2024 തുടങ്ങിയ കേസാണ്, ഇപ്പോൾ 2026 അങ്ങനെ അമേരിക്കൻ കോടതിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അന്വേഷണ ഏജൻസി, അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ പേരാണ് SEC എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ അന്വേഷണ ഏജൻസി, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ. ഇവർ പലതവണ സമൻസ് അയച്ചു ഇന്ത്യയിലോട്ട്, അദാനിക്ക് സമൻസ് അയച്ചു. പക്ഷേ നമ്മുടെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരു കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തെ പൗരന് നമ്മൾ സമൻസ്, കോടതി സമൻസ് ഒക്കെ അയക്കണമെങ്കിൽ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസി സമൻസ് അയക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ സർക്കാർ ത്രൂ പോകണം. അതാണ് നമ്മുടെ ലോക ക്രമത്തിൽ പെട്ടൊരു കാര്യമാണത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അദാനിക്കുള്ള സമൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി ത്രൂ ആണ് ഇത് അയച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 2025 ഫെബ്രുവരി മുതൽ 2026 ജനുവരി വരെ ഏകദേശം 14 തവണയായിട്ടാണ് ഈ എന്താ പറയുക അമേരിക്ക ഇന്ത്യക്ക് വേണ്ടിയിട്ട് കത്തയച്ചുകൊണ്ടിരുന്നത്. കത്തല്ല, ഈ പറഞ്ഞ അദാനിക്കുള്ള സമൻസ് അയച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ സർക്കാരാണെങ്കിലോ ഇത് മൈൻഡ് ചെയ്യുന്നില്ല. എന്താ മൈൻഡ് ചെയ്താൽ പോയില്ലേ, മോദിജിന്റെ സ്വന്തം ആളാ. അദാനിക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ അദാനിന്റെ ഗ്രൂപ്പിനൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാനും നീയും സകലരും മുഞ്ചും. നമ്മുടെ പൈസ വെച്ചിട്ടാണ്, നമ്മുടെ പൈസ അദാനിക്ക് വിറ്റിട്ടാണ് ഈ പറഞ്ഞ മോദിജി ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇന്ത്യയുടെ GDP എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പൊക്കി കാണിച്ചിട്ട് സാധനമല്ലേ, ആ GDPയുടെ എത്ര പെർസെൻറ്റേജാണ് അദാനിൻ്റെ മാത്രം കയ്യിലുള്ളത് നിങ്ങൾക്കറിയാം? അല്ലെങ്കിൽ അദാനിയുടെ കയ്യിലോട്ട് ഇന്ത്യൻ GDPയുടെ ഒരു വലിയ പെർസെൻറ്റേജ്, അദാനി അംബാനി പോലത്തെ ഇന്ത്യയിലെ വൻകിട മുതലാളിമാരായിട്ടുള്ള 1% വരുന്ന ആൾക്കാരുടെ കയ്യിലാണ് നമ്മുടെ GDPയുടെ 40% ഉള്ളത്. ഇതൊക്കെ സംഖ്യയ്ക്ക് വല്ലതും മനസ്സിലാവും, അത് പറഞ്ഞില്ല, അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനത്തെ അദാനിക്ക് അദാനി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ GDPനെ ബാധിക്കും, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും, നമ്മുടെ സാധാരണക്കാരെ ബാധിക്കും. കാരണം നമ്മുടെ പൈസ വെച്ചിട്ടാണ് അദാനി, അതായത് LIC ത്രൂ പോണ പൈസ, നമ്മുടെ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഫണ്ടുകൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അദാനി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇത് കൊടുത്തേക്കാണല്ലോ അദാനിക്കും ബാക്കിയുള്ളവർക്ക് വേണ്ടി. ഇന്ന് നിങ്ങളെടുത്ത ഹീറ്റിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നാട്ടിലെ ഈ ലോക്കൽസ്, വെറും ലോക്കൽസ് എന്തെങ്കിലും പറഞ്ഞോട്ടെ, BJP ഭരിക്കും, നിങ്ങൾ മുതലാളിമാർ ബാക്കി കാര്യങ്ങൾ ചെയ്യും, നമ്മൾ ആവശ്യമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് നമുക്ക് എല്ലാവർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെ ഈ കത്തൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് പല സാങ്കേതിക കാരണങ്ങളാണ്. കത്തിലെ മറ്റേ മഷി പതിഞ്ഞിട്ടില്ല, എഴുത്ത് കണ്ടിട്ടില്ല, സൈൻ്റെ ഇവിടെ ഇച്ചിരി കേലോട്ട് കേട്ട്, അങ്ങനെ ഇല്ലാത്ത സാങ്കേതിക തകരാറുകൾ പറഞ്ഞിട്ട് ഇന്ത്യൻ മന്ത്രാലയം ഈ കത്തുകളൊക്കെ മടക്കി വയ്ക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് കത്ത് വരുന്നു, തിരിച്ചയക്കുന്നു. അദാനി ഇതൊക്കെ അപ്പുറത്ത് കണ്ടിരുന്ന് ചിരിക്കുന്നു, അദാനിക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം നമ്മുടെ മോദിജി വലിയേട്ടം നോക്കിക്കോളും എന്നുള്ളൊരു അവസ്ഥ. അങ്ങനെ ഈ കത്തൊക്കെ തിരിച്ചയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കക്ക് അവർക്ക് മതിയായി, ഇത് മടുത്തുനിന്ന് ഇത്ര വെച്ചിട്ട് ഇങ്ങനെ അയക്കുന്നത്. ഈ ഊള ഗവൺമെൻറ്റാണ്, ഒരു കാര്യത്തിനും ഒന്നിനും കൊള്ളാത്ത ഗവൺമെൻറ്. 4 വർഗീയത പറയുകയാണെങ്കിൽ ചാടി വരും, നമ്മുടെ സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സകല സംഖ്യകളും ചാടി വരും. ഇങ്ങനത്തെ കാര്യങ്ങളാകുമ്പം നമ്മൾ കണ്ണടച്ച് നിൽക്കും. അപ്പോൾ ഇതാണ് കാര്യം. പക്ഷേ ഈ സമൻസ് അയക്കാനുള്ള കേസ് എന്താ നിങ്ങൾക്കറിയോ? ആ കേസിനെ പറ്റിയും പറഞ്ഞു കേട്ടോ. ആ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഐഡിയ തരാം. അദാനിയുടെ ഗ്രീൻ എനർജി പദ്ധതി പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അമേരിക്കൻ നിക്ഷേപകരെ കയ്യിൽ നിന്നാണ് പൈസ വാങ്ങിച്ചിരുന്നത്. അങ്ങനെ അമേരിക്കൻ നിക്ഷേപകരെ കയ്യിൽ നിന്ന് ഏകദേശം $175 മില്യൺ, ഏകദേശം 1400 കോടി രൂപയാണ് ഈ പദ്ധതി ഇവിടെ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തത്. ആ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഭാഗം ഇവിടെ ആയിരിക്കും. അത് തന്നെ ആ പാർട്ടിക്ക് തന്നെ കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ആ പാർട്ടിയുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്കും കൊടുത്തത് 1400 കോടി രൂപ. അത് വെച്ചിട്ടാണ് ആ ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ എനർജി പ്ലാന്റ് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിന്നത്. ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പൈസ ഇത് കൈക്കൂലിയാണെന്ന് ഈ പറഞ്ഞ നിക്ഷേപകർക്ക് അറിയില്ല. അവർക്ക് ടോട്ടൽ എമൗണ്ടിലോട്ടാണ് ഇത് കാണിക്കുന്നത്. അവർ കൊടുത്ത മൊത്തം പൈസയുടെ ഇത്രയും വലിയൊരു ഭാഗം കൈക്കൂലി കൊടുത്തു പോയിട്ടുണ്ടെന്ന്
അവർ അറിയേണ്ടത് നിക്ഷേപകർ പൈസ കൊടുത്ത് അത് അവിടെ അവർക്കത് വേണ്ട, അവർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ കുറ്റകൃത്യങ്ങളാണ് സെക്യൂരിറ്റി ഫ്രോഡ്, വയർ ഫ്രോഡ്, ഇങ്ങനത്തെ പല കോൺസ്പിറൻസി എന്താ പറയുക ഫ്രോഡ് കോൺസ്പിറൻസി കാര്യങ്ങൾ കാണിച്ചിട്ടാണ് അദാനിക്കെതിരെയും സാഗർ അദാനിക്കെതിരെയും ഈ കേസ് കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ സർക്കാരിൻ്റെ നിസ്സഹകരണം കാരണം ഈ കേസ് ഇങ്ങനെ തള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് മുമ്പ് മോദിനോട് ഇതിനെപ്പറ്റി മോദി അമേരിക്ക നല്ല കാലത്ത് ഫ്രണ്ടായിരുന്ന കാലത്ത് അമേരിക്ക പോയ സമയത്ത് ഈ ചോദ്യം ചോദിച്ച സമയത്ത് മോദി ഇതിന് മറുപടി പറയാണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ വസുദേവ കുടുംബമാണ്, മറ്റേതാണ് മറിച്ചതാണ്, 4 ഹിന്ദി ഡയലോഗ് അടിച്ച് പോകുന്ന നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പഴയ ഒരു വീഡിയോ ഉണ്ട്, അതിനെ അത് കണ്ടുവയ്ക്കാൻ മനസ്സിലാവും. Prime Minister Modi, have you asked the President to take action on that case? Thank you. पहली बात है, भारत एक लोकतांत्रिक देश है और हमारे संस्कार, हमारी संस्कृति वसुधैव कुटुंबकम की है. हम पूरे विश्व को अपना एक परिवार मानते हैं. हर भारतीय को मैं अपना मानता हूं. दूसरी बात है, ऐसे व्यक्तिगत मामलों के लिए 2 देश के मुखिया न मिलते हैं, न बैठते हैं, न बात. അങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് ഇവർ കേസ് കൊടുത്തു. അവരെ പറ്റിച്ച് അവരുടെ കാശ് ഇന്ത്യയിലെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കൈക്കൂലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇതിൻ്റെ കേസ്. അങ്ങനെ ഇന്ത്യൻ സർക്കാർ ആണെങ്കിൽ ഇതൊന്നും കൈപ്പറ്റുന്നില്ല ഈ സമൻസ്. ഈ കാരണങ്ങളെല്ലാവരും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവരെന്ത് ചെയ്തെന്നറിയോ, ഇമെയിൽ വഴി ഒരു സമൻസ് അദാനിക്ക് അയക്കാമെന്ന് വെച്ചപ്പോൾ അതായത് അവിടുത്തെ സെക്യൂരിറ്റി SEC എന്ത് ചെയ്തു, ഇമെയിൽ വഴി അദാനിക്ക് ഒരു ഇതയക്കാം. അതിന് അവർ കോടതിയെ സമീപിക്കേണ്ടതായിട്ടുള്ളത്. അതായത് സർക്കാർ സഹകരിക്കാത്തതുകൊണ്ട് ഇമെയിൽ വഴി, അതല്ലെങ്കിൽ അദാനിയുടെ അഭിഭാഷകൻ അഭിഭാഷകൻ അമേരിക്കയിലെ അഭിഭാഷകൻ ഡയറക്റ്റ് ഈ സമൻസ് കൊടുക്കാം എന്നുള്ള അനുവാദം ചോദിച്ചിട്ട് SEC കോടതിനെ സമീപിച്ചു. അങ്ങനെ കോടതിനെ സമീപിച്ച സമയത്ത് ഈ ബിസിനസ് വിലാസങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അതായത് SEC പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ നേരിട്ട് അയച്ചോളാം, ഇന്ത്യൻ സർക്കാർ നടക്കില്ല, അവന്മാരെ കൊണ്ട് വല്ല ചാണം തിന്നേ അല്ലെങ്കിൽ പശുമൂത്രം കുടിക്കും, ഇമാരത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങും, ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇവന്മാരെ കിട്ടൂല എന്നും പറഞ്ഞിട്ട് അവർ കോടതിനെ സമീപിച്ചു. അങ്ങനെ കോടതിനെ സമീപിച്ചു എന്ന് കേട്ട സമയം കൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിൻ്റെ എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ അവരുടെ ഷെയർസിൻ്റെ വാല്യൂ 3 മുതൽ 14.5% വരെയാണ് ഒറ്റയടിക്ക് താഴോട്ട് പോയിട്ടുള്ളത്. ഇത് പോകുമ്പം നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് LICയുടെ പൈസയും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൈസ ആയതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് ഇത് എഫക്ട് ചെയ്യും. ഈ കമ്പനികൾ എഫക്ട് ചെയ്താൽ അവിടെ കൊണ്ട് പൈസട്ടെ സകല സാധാരണക്കാർക്കും, നാട്ടിലെ സാധാരണക്കാർക്കും ഇത് എഫക്ട് ചെയ്യും. അത് വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല അദാനിക്ക് ഇവിടെ മാത്രമല്ല, അദാനിക്ക് ഏകദേശം ഓസ്ട്രേലിയ, ഇസ്രായേൽ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ പല സ്ഥലങ്ങളിലും കമ്പനികളുണ്ട്. അപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഈ പ്രശ്നം വന്ന് അദാനിക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെ എല്ലായിടത്തെ അദാനിയുടെ കമ്പനികൾക്കും അല്ലെങ്കിൽ അദാനിയുടെ പ്രൊജക്റ്റുകൾക്കും എഫക്ട് ചെയ്യും. അങ്ങനെ എഫക്ട് ചെയ്താൽ അത് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പണി കിട്ടും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അതിൻ്റെ വലിയ ഒരു പണി കിട്ടും. ഇനി ഈ കാര്യങ്ങൾക്കൊക്കെ അദാനി ഗ്രൂപ്പിൻ്റെ മറുപടി എന്ന് വെച്ചാൽ ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. അതായത് ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, ഇതിനെ ഞങ്ങൾ നിയമപരമായിട്ട് നേരിടും എന്നൊക്കെയാണ് അദാനി ഗ്രൂപ്പ് ഇതിനെപ്പറ്റി ഉള്ള റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങനത്തെ ന്യൂസുകളൊന്നും നമ്മുടെ ചാനലുകളിലൊന്നും വരില്ല. കാരണം അദാനിയുടെയാണ്. ഇപ്പോൾ നമ്മൾ News 18 എടുത്ത് നോക്കി, നിങ്ങൾ News 18 ആയതാണ് അദാനിയുടെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നാട്ടിലെ NDTVയുടെ ഓൾമോസ്റ്റ് എല്ലാ ഓഹരിയും അദാനി വാങ്ങിച്ചു എന്നുള്ള ന്യൂസ് കഴിഞ്ഞ ദിവസം കണ്ടു. പിന്നെ ഇങ്ങനത്തെ വാർത്ത കൊടുക്കുന്ന ആൾക്കാർക്ക് എതിരെ വരെ ഈ എന്താ പറയുക അദാനി ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്ന് അത് റിമൂവ് ചെയ്യാനുള്ള ഇത് പോകുന്നുണ്ട്, എന്താ പറയുക കോർട്ട് ഓർഡർ വരെ പോകുന്നുണ്ട്. എന്താ അതിനൊക്കെ സപ്പോർട്ടാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അപ്പുറത്തോട്ട് പ്രധാനമന്ത്രി BJP പാർട്ടിയും തന്നെ അദാനിക്ക് വേണ്ടി മരിച്ച് പണിയെടുക്കുന്ന സമയത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് ഇന്ത്യയിൽ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പല മാധ്യമ മേഖലകളിലൊന്നും കാണാനും പോകുന്നില്ല, നിങ്ങളതല്ലാണ്ടിട്ട് അറിയാനും പോകുന്നില്ല. 1-2 ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഞാനും കണ്ടു. അപ്പം അങ്ങനെ ആൾക്കാർ പറഞ്ഞു തരുന്ന ഡീറ്റെയിൽസ് മാത്രമേ നിങ്ങളിത് പുറത്തോട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഇനി ആ സൈഡിൽ ആരാണ്? അമേരിക്കയാണ്. അമേരിക്ക ഒരു കേസ് ഇട്ടിട്ട് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വരെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് പോകുന്ന അമേരിക്കയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പം അദാനിക്ക് വല്ല എന്താ പറയുക ഏതെങ്കിലും രീതിയിലുള്ള വാറണ്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ എന്താ പറയുക ബുദ്ധിമുട്ടിലോട്ട് തന്നെ പോകുന്നത്. ഓൾറെഡി മൊത്തത്തിൽ മുഞ്ചി തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. അത് കൂടുതൽ മോശമായിട്ടുള്ള രീതിയിൽ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും എഫക്ട് ചെയ്യും. എന്തായാലും അദാനിനെ തള്ളി പറയാൻ മോദിജിക്ക് പറ്റൂല, ട്രംപിനെ തള്ളി പറയാനും മോദിജിക്ക് പറ്റൂല. സത്യം. രാഹുൽ ഗാന്ധി മുമ്പൊരിക്കൽ ഒരു എന്താ പറയുക പാർലമെന്റിലെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട്, मोदी जी जाते थे, अब मोदी जी के हवाई जहाज में अदानी जी जाते हैं। पहले लोकल मामला था, फिर नेशनल मामला हो गया, उसके बाद इंटरनेशनल मामला हो गया। तो मेरा सवाल प्रधानमंत्री जी से, और सिंपल सवाल है, प्रधानमंत्री जी आपकी फॉरेन ट्रिप्स पे
अदानी जी और आप कितनी बार एक साथ गए? अदानी जी, how many times did you travel together with Adani ji? How many times did Adani ji join you later on a visit? How many times did Adani ji travel to a country immediately after you did? And in how many of these countries after you visited did Adani ji get a contract? മോദി ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ രാജ്യത്തലവന്മാരെ കാണാൻ പോയിട്ടുണ്ടോ അവിടെ നിന്ന് തിരിച്ചു വന്ന് അടുത്ത ദിവസം തന്നെ അവിടുത്തെ ആ ഒരു പദ്ധതി അല്ലെങ്കിൽ ആ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു പുതിയ പ്രൊജക്റ്റിന്റെ സൈൻ ചെയ്യുന്നത് അദാനി ഗ്രൂപ്പ് പോയിട്ടിരിക്കും. ഒരുപാടുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ ഇഷ്ടം പോലെ വീഡിയോ അതിന് മുമ്പ് വന്നിട്ടുണ്ട് അതിന്. അതായത് മോദി ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ടോ ആ രാജ്യങ്ങളിലൊക്കെ ബിസിനസ് കിട്ടുന്നത് അദാനി ഗ്രൂപ്പിന് മാത്രമായിരിക്കും. അല്ലെങ്കിൽ മോദി അദാനിയുടെ കൂടെയും അതല്ലെങ്കിൽ മോദി ചെന്നതിന് ശേഷം അദാനിയുടെ ആളുകൾ അവിടെ എത്തുകയും വലിയ വലിയ ബിസിനസ് ഇതിൽ പങ്കെടുക്കുകയും അതായത് രാജ്യത്ത് ഈ ഒരു നമ്മുടെ GDP എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രൊഡക്ഷനും സർവീസസും ആണല്ലോ, ഇതിലൊരു അസമത്വമുണ്ട്. അതെല്ലാവർക്കും വീതിച്ച് പോകാണ്ട് ഇങ്ങനെയുള്ള ഒന്നോ രണ്ടോ വലിയ പണക്കാർക്ക് മാത്രം വീതിച്ച് പോകുന്ന ഒരു പ്രശ്നം, അതാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പം ആ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഒരാൾക്ക് എഫക്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം രാജ്യത്തിനെ ബാധിക്കുന്ന ലെവലിലോട്ട് നമ്മുടെ GDP ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരാൻ അത് ഉണ്ടാക്കിയതും നമ്മുടെ രാജ്യം ഭരിക്കുന്ന മോദിജി തന്നെയാണ്, അല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ തന്നെയാണ്. വെറുതെ 4 എന്ന് പറഞ്ഞ് സംസാരിക്കാന്നല്ലാണ്ട് 5 പൈസൻ്റെ ഗുണമില്ലാത്ത അവസ്ഥയിലാണ് ചെയ്യുന്നത്. നമ്മൾ 92ആയി നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ സെഞ്ചുറി അടിക്കാൻ പോവാണ്. എല്ലാം കൊണ്ടും അധപതനത്തിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ഗോദി മീഡിയ കാണിച്ചു തരുന്ന ഭൂമല്ല, അത് പൊട്ടാൻ അധിക താമസമൊന്നും വേണ്ട, അടുത്തത് പൊട്ടും. അതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ച പോലെ ഇതാണ് നമ്മുടെ എത്ര ഇപ്പം ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇപ്പം അമേരിക്ക ഒരു വാറണ്ട് വന്നു കഴിഞ്ഞാൽ മോദിജി എവിടെ നിൽക്കും? മോദിജിക്കാണെങ്കിൽ ട്രംപിനോടൊന്നും പറയാൻ പറ്റില്ല. ട്രംപിനെതിരെ കനേഡിയൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നു, ഫ്രഞ്ച് പ്രസിഡന്റ് സംസാരിക്കുന്നു. എല്ലാവരും ട്രംപ് കാണിക്കുന്ന കൊള്ളരുതായ്മക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മൾ മാത്രം വാ തുറന്നിട്ടില്ല. മോദിജി ആ വഴിക്ക് പോയിട്ടില്ല. ട്രംപിനെ കണ്ട മോദിജി അപ്പുറത്തെ കണ്ടത്തോട് ഓടുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് എവിടെ എത്തും എന്നൊക്കെ ഉള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം.